KPCC ഭാരവാഹി പട്ടികയിലെ കലഹം അവസാനിക്കാതെ കോൺഗ്രസ് നേതൃത്വം പടലപ്പിണക്കത്തിലാണ് നേതാക്കൾ. വിശ്വാസ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന കെ മുരളീധരനെ അവസാന നിമിഷം നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചു. ഭിന്നതകൾ പരസ്യമാക്കുന്നതിൽ കടുത്ത അമർഷത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇന്ന് തട്ടിക്കയറുകയും ചെയ്തു. പന്തളത്തെ സംഗമത്തിൽ പങ്കെടുത്തപ്പോഴും മുൻനിരയിൽ നിന്നും പിന്നിലേക്ക് മാറി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ കഴിഞ്ഞത്. KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള തർക്കം അനുദിനം രൂക്ഷമാകുകയാണ്. വിയോജിപ്പിനെ തുടർന്ന് UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്ന കെ മുരളീധരനെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു. 4 മേഖലാ ജാഥകളിൽ കാസർഗോഡ് നിന്ന് നയിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ. ജാഥ ക്യാപ്റ്റനായിരിക്കെ സമാപനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കി. താൻ മുന്നോട്ട് വെച്ച 2 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലെ വിയോജിപ്പായിരുന്നു മുരളീധരൻ പ്രകടിപ്പിച്ചത്. മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയുമായിരുന്നു മുരളീധരൻ നിർദ്ദേശിച്ചത്. ഒടുവിൽ KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. മരിയാപുരം ശ്രീകുമാറിനെ KPCC നിർവാഹക സമിതിയിലും ഹാരിസിനെ KPCC സെക്രട്ടറി പദത്തിലും ഉൾപ്പെടുത്താമെന്ന് ഉറപ്പു നൽകി. എന്നാൽ മുരളീധരന്റെയും ചാണ്ടി ഉമ്മന്റേതുമടക്കം പല വിയോജിപ്പുകളും മറനീക്കി പുറത്തുവന്നതിൽ കടുത്ത അമർഷത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുകയും ചെയ്തു. വേറെ യാതൊരു ജോലിയില്ല. ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. തുടർന്ന് സംഗമത്തിലെത്തിയപ്പോഴും ജാഥയുടെ മുന്നിൽ നിൽക്കാതെ പിന്നിലോട്ട് പോകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പല കാര്യങ്ങളിലുമുള്ള അതൃപ്തി പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു ജാഥയിലുടനീളം പങ്കെടുത്തത്. ഒടുവിൽ തൃശൂരിൽ നിന്ന് പുറപ്പെട്ട കെ മുരളീധരൻ ഏറെ വൈകിയും സംഗമവേദിയിൽ എത്താത്തതിലും VD സതീശന് നീരസമുണ്ടായിരുന്നു. പരിപാടി സമാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വേദിയിൽ നിന്ന് പോകുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.